ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ദാണ്ടേ നമ്മൾ ഫോട്ടോക്കോടിൽ നിന്ന് തിരിച്ച് നമ്മുടെ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഉച്ച സമയത്ത് കഴിയാറായപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത്. അപ്പോഴേക്കും ദാണ്ടേ നമ്മൾ ലഗേജൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ട്രാവൽ ഏജൻസിക്കാരവിടെ റിസപ്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ റൂമിലാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മുറിയായിരുന്നു കേട്ടോ. പിന്നീട് ദാണ്ടേ നല്ല ക്ഷീണിച്ചാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ ബെഡിൽ ഇങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഗോവയിൽ. പിന്നെ പറയണ്ടല്ലോ, കൂടുതലും ബീച്ചസാണ്. അപ്പോൾ ബീച്ചിലോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ താണ്ടേ ഞങ്ങൾ 3 പേരും കൂടി, ഇത് നമുക്ക് അവിടുന്ന് നമ്മൾ റെൻറ്റിനെടുത്ത സ്കൂട്ടറാണ് കേട്ടോ. അങ്ങനെ താണ്ടേ അവിടെയുള്ള ഒരു ബീച്ചിലെത്തിയിട്ടുണ്ട്. പേരൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നും വായിൽ കൊള്ളാത്ത കുറേ പേരുകളാണ്. അപ്പോൾ താണ്ടേ നമ്മൾ അതോട്ട് കയറുമ്പോൾ ഇത്ര തിരക്കൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടി വെച്ചെടുത്തുനിന്ന് തിരിച്ചെടുക്കാൻ പറ്റാത്തത്രയും തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ റോട്ടിലൊക്കെ. അങ്ങനെ താണ്ടേ ഞങ്ങൾ പയ്യെ ഗോവയിലെ ഫസ്റ്റ് ബീച്ച് വിസിറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ മോള് താണ്ടേ വന്നവിടെ മണ്ണിലൊക്കെ കിടന്ന് അവളെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ ഭയങ്കര ചില്ലായിരുന്നു. പിന്നെ താണ്ടേ എല്ലാവരും വെള്ളത്തിലൊക്കെ കിടന്ന് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ കുഞ്ഞുള്ളതുകൊണ്ട് വെള്ളത്തിലൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഐ ലവ് ഗോവ എന്നൊക്കെ പറയുന്നിടത്ത് പോയി നിന്ന് ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ താണ്ടേ ബഗ ബീച്ചിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. DJ പാർട്ടിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലായിടവും ഇങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാര്യം നമുക്ക് ഒന്ന് ചില്ല് ചെയ്യണമെങ്കിൽ കുഞ്ഞുങ്ങളെയും കൂടി വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടി പറ്റില്ല. കാര്യം കുഞ്ഞുങ്ങളെയും കൈവിട്ട് പോകാനും പാടില്ലല്ലോ. ഞങ്ങൾ 3 പേരും മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ഞങ്ങൾ മാത്രമായിട്ട് ഒരു 3 days നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ പറഞ്ഞ കണക്ക് ഇവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തു. എല്ലായിടത്തും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെയും കുറേ നേരം അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നിന്നിട്ട് ഞങ്ങൾ താണ്ടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിട്ട് വന്നിരുന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്നു കാറ്റൊക്കെ കൊണ്ടിട്ട്. കാര്യം നമ്മളിപ്പോൾ കൊല്ലത്തെ ബീച്ചിലൊന്നും നമുക്ക് വന്നിട്ട് വലിയ കാറ്റൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. ഇപ്പോൾ ബീച്ചിൽ പോയാൽ പോലും രാത്രി ഇച്ചിരി കാറ്റ് കൊള്ളാമെന്ന് പറഞ്ഞ് പോയാലും ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. പക്ഷേ അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്തായാലും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് നേരെ റൂമിലേക്ക് പോയി. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോണിൽ ചാർജൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.